തിരുവനന്തപുരം വാമനപുരത്ത് ഇന്നലെ വൈകിട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു വയസ്സുകാരിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. കുട്ടിയെ കൊലപ്പെടുത്തിയത് താനെന്ന് സമ്മതിച്ച അമ്മ അശ്വതി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. അശ്വതിക്ക് മാനസിക അസ്വസ്ഥ്യമുള്ളതായി പോലീസ് വ്യക്തമാക്കി. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും തുടരുകയാണോ? മറ്റു വിശദാംശങ്ങൾ പറയും. പ്രശാന്തിലേക്ക് എത്താം. തിരുവനന്തപുരം വാമനപുരത്ത് ഇന്നലെ വൈകിട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു വയസ്സുകാരിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ മാറ്റിയിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അവിടെ നടക്കുകയാണ്. കുട്ടിയെ കൊലപ്പെടുത്തിയത് താനെന്ന് അമ്മ അശ്വതി കഴിഞ്ഞ ദിവസം തന്നെ സമ്മതിച്ചതാണ്. അശ്വതി ഇപ്പോൾ കൂടുതൽ വിശദമായി പോലീസ് ചോദ്യം ചെയ്തതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, വിശദാംശങ്ങൾ പറയും. ഗൗതം, മരണപ്പെട്ട കുട്ടിയുടെ ഒരു വയസ്സുകാരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കിയിരുന്നു. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ ദിവസമാണ് ദുരൂഹ സാഹചര്യത്തിൽ കുട്ടിയെ മുറിക്കുള്ളിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തത്. അതിദാരുണമായ സംഭവമായിരുന്നു ഉണ്ടായത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അറിയുന്നത് കുട്ടിയെ മരണപ്പെട്ട നിലയിലാണ് ഉണ്ടായത്. തുടർന്ന് അതിനുശേഷമാണ് പോലീസിൽ അറിയിക്കുകയും തുടർന്ന് ഇത്തരത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. ആ അന്വേഷണത്തിലാണ് കുട്ടിയെ മരിച്ചതിന് പിന്നിൽ അമ്മയാണെന്ന് കണ്ടെത്തുന്നത്. അമ്മയെ ചോദ്യം ചെയ്തിരുന്നു. ഏറെ നേരം ചോദ്യം ചെയ്തതിന് പിന്നാലെ അമ്മ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് കഴുത്ത് ചരിച്ചാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യം ഉള്ളതായിട്ടുള്ള ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചും അന്വേഷിച്ചു വരികയാണ് പോലീസ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോറൻസിക്കിന്റെ പരിശോധന ഇന്ന് ആ വീട്ടിലുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷമായിരിക്കും ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഈ അശ്വതിയുടെ ഭർത്താവ് സുഭാഷ് പോലീസിൽ നേരത്തെയും ഒരു പരാതി നൽകിയായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത നേരത്തെയും ഈ അശ്വതി പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി നേരത്തെ പോലീസ് നൽകിയിരുന്നു എന്നൊരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ എന്താണ് പ്രദേശവാസികളടക്കം പറയുന്നത് അത്തരത്തിലുള്ളൊരു മാനസിക വിഭ്രാന്തിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലയിൽ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം പഠിക്കാൻ വിളിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ PSC പരീക്ഷ അടക്കം എഴുതിയിട്ട് നിൽക്കുന്ന ആളാണ് ഈ അശ്വതി എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഒരു വയസ്സുകാരിയായ മരിച്ച കുട്ടിയുടെ അമ്മ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അത്തരം രീതികളൊന്നും ഇവരാരും കണ്ടിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും കുറ്റം ഈ അശ്വതി സമ്മതിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പവിത്രയുടെ അമ്മ സമ്മതിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ കഴുത്തിരിച്ച് കൊന്നു എന്നാണ് ഈ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് തുടർന്നുള്ള പരിശോധനകൾ നടത്തും. അതോടൊപ്പം തന്നെ ഈ മാനസിക ആരോഗ്യം സംബന്ധിച്ചുള്ള ചികിത്സയും അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള പരിശോധനകളും പോലീസ് നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ പ്രശാന്ത്, തിരുവനന്തപുരം വാമനപുരത്താണ് ഒരു വയസ്സുകാരിയെ അമ്മ തന്നെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. മാനസിക അസ്വസ്ഥ്യമുള്ള അമ്മയാണ് അശ്വതിയെന്നും അവരെ കൂടുതലായി വിശദമായി ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയുമാണ്. ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങളുമായി ചേർന്നത്.